സ്വന്തമായി വീട് എന്നത് ഭൂരിഭാഗം പേരുടെയും വലിയൊരു സ്വപ്നമാണ്. ഇതിനായി കയ്യിൽ പണം തികയാതെ വരുമ്പോൾ ആദ്യം പലരും ചിന്തിക്കുന്നത് സ്വന്തം EPF അഥവാ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് പണം എടുക്കുന്നതിനെക്കുറിച്ചാണ്. EPF പിൻവലിക്കൽ നിയമങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയെങ്കിലും വീട് വാങ്ങാൻ സ്വന്തം റിട്ടയർമെൻറ്റ് സമ്പാദ്യം ഉപയോഗിക്കും മുമ്പ് ഒന്നുകൂടി ചിന്തിക്കണം. ഇതിനായി ഒരു ചെറിയ കണക്ക് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ 30കളുടെ മധ്യത്തിൽ ആണ് പ്രായമെന്ന് കരുതുക. വീട് വാങ്ങാനായി EPFൽ നിന്നും 50 ലക്ഷം രൂപ പിൻവലിക്കുന്നു. പ്രതിവർഷം 8.25% പലിശ ലഭിക്കുന്ന ഈ തുക EPFൽ തന്നെ തുടർന്നാൽ അടുത്ത 20 വർഷം കൊണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമ്പാദ്യത്തിൽ വളരേണ്ടിയിരുന്ന 2.44 കോടി രൂപയാണ് ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതേ 50 ലക്ഷം രൂപ EPFൽ നിന്നും എടുക്കുന്നതിന് പകരം 8% പലിശ നിരക്കിൽ 20 വർഷത്തേക്ക് ഒരു ബാങ്ക് ഹോം ലോൺ എടുക്കുകയാണെന്ന് കരുതുക. ഇവിടെ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ആകെ പലിശ തുക ഏകദേശം 50.37 ലക്ഷം രൂപ മാത്രമാണ്. അതായത് EPFൽ നിന്ന് പണമെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന നഷ്ടം ഒരു ഹോം ലോൺ എടുത്താൽ അടയ്ക്കേണ്ട പലിശയേക്കാൾ 5 മടങ്ങോളം കൂടുതലാണ്. ഇനി നിങ്ങൾ വിരമിക്കലിനോട് അടുത്ത ആളാണെങ്കിൽ EPF തുക ഉപയോഗിച്ച് വീട് വാങ്ങുന്നത് ഒരുപക്ഷെ അനുയോജ്യമായേക്കാം. എന്നാൽ കരിയറിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ ഉള്ളവരാണെങ്കിൽ ഈ തീരുമാനം നിങ്ങളുടെ ഭാവി റിട്ടയർമെൻറ്റ് ജീവിതത്തെ ദോഷകരമായി ബാധിക്കാം. കോമ്പൗണ്ടിംഗ് അഥവാ കൂട്ടുപലിശയുടെ ശക്തി നിങ്ങളുടെ സമ്പാദ്യത്തെ വളർത്തുന്നതിന് പകരം ഇവിടെ നിങ്ങളെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഹോം ലോൺ പലിശ നിരക്കിനേക്കാൾ കൂടുതലാണ് EPF നൽകുന്ന നികുതി രഹിത റിട്ടേൺ. അതുകൊണ്ട് തന്നെ വീട് വാങ്ങാനുള്ള ഡൗൺ പേയ്മെൻറ്റിൽ വലിയ തുകയുടെ കുറവുണ്ടെങ്കിലോ ക്രെഡിറ്റ് സ്കോർ കാരണം ലോൺ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലോ മാത്രം EPF പിൻവലിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പുതിയ EPF ചട്ടങ്ങൾ കൂടുതൽ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ടായി തന്നെ കാണാൻ ശ്രമിക്കണം. വീട് പണിയാം, പക്ഷേ നാളെയുടെ തണൽ നഷ്ടപ്പെടുത്താതെ. ന്യൂസ് ഡെസ്ക് TV9 മലയാളം.